ഇപ്പോൾ തണുപ്പ് കാലമാണ്, നിങ്ങളെല്ലാവരും ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഡിസംബർ ജനുവരി മാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം ക്ലൈമറ്റ് നല്ല തണുപ്പാണ്, അത് രാത്രി നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളുപ്പിന് ഒരു 6 മണി 7 മണി വരെയൊക്കെ, പിന്നെ സൂര്യൻ ഉദിച്ച് കുറച്ചങ്ങ് കഴിയുമ്പോൾ സ്റ്റിൽ തണുപ്പ് തന്നെയാണ്, എങ്കിലും നമ്മൾ ആ തണുപ്പ് അങ്ങനെ വല്ലാതെ അറിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്തൊക്കെ പോലെ നമ്മൾ ഈ മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു ഉച്ച സമയമായാലും ഉച്ച കഴിഞ്ഞാലും നമ്മൾ വേനൽക്കാലത്തൊക്കെ വേർക്കുന്നത് പോലെ വേർക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂളായിട്ടുള്ള ക്ലൈമറ്റാണ് ഈ ഡിസംബറിലും ജനുവരിയിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് കൂടിയ സമയം കൂടിയാണ്. ഈ ഫിഷ് ടാങ്കുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. തണുപ്പാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല തണുപ്പും സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച 12 മണിയൊക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഷിഫ്റ്റ് വരും ടെമ്പറേച്ചറിൽ. അത് ചിലപ്പോൾ ചില മീനുകളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ മീനുകളെയും ഒന്നും സീരിയസ് ആയിട്ട് ബാധിച്ചു എന്ന് വരില്ല. ചില മീനുകളൊക്കെ ഈ ഒരു സീസണോട് അങ്ങ് അഡാപ്റ്റ് ആവും. അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അഡാപ്റ്റ് ആവുന്നത് വരെയാണ്, അതായത് പെട്ടെന്നുള്ള ഷിഫ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു മീനുകൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അസുഖത്തിലേക്കൊക്കെ മാറുന്നത്. പിന്നെ വെള്ളം തണുത്തിരിക്കുമ്പോഴാണ് ഈ ഓക്സിജൻ നല്ല രീതിയിൽ വെള്ളത്തിൽ റീറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം തണുത്തിരിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നല്ല രീതിയിൽ ഓക്സിജൻ റീറ്റെയിൻ ചെയ്യും ചൂടുകാലത്തേക്കാളും. ഞാൻ മുമ്പ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം തണുത്തിരിക്കുമ്പോഴാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. അതായത് ഈ മഴക്കാലം ഇതുപോലുള്ള തണുപ്പ് കാലത്തൊക്കെ മെയിനായിട്ടും ഫംഗസ്, ഇച്ച്, വൈറ്റ് സ്പോട്ട്, കൊളംനാരിസ്, ഫിൻ റോട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സമയത്താണ്. ഈ പറഞ്ഞതൊക്കെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വെള്ളത്തിനകത്ത് ഈ ഫുഡിൻ്റെ വേസ്റ്റ്, അതുപോലെ ഫിഷിൻ്റെ വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ് മുതലായിട്ടുള്ള വേസ്റ്റുകളുണ്ടല്ലോ, ഇത്തരം സംഭവങ്ങളൊന്നും ഒരു കാരണവശാലും വെള്ളത്തിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് പാടില്ല. അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അതായത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഫിഷ് ടാങ്കിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം ഒരു സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയുക. വലിച്ചു കളയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ മുമ്പ് സാധാരണ ചെയ്യുന്ന അത്രയും വെള്ളമൊന്നും വലിച്ചു കളയരുത്. 30% ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഒരു 15%, 10%, 15% മാത്രം വലിച്ചു കളഞ്ഞാൽ മതി. ആ സമയത്തിനുള്ളിൽ അഴുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് കൂടുതൽ വെള്ളം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ വരുന്ന ഷിഫ്റ്റാണ്. അതായത് ടാങ്കിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ അതേ ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മൾ മാറ്റുന്ന വെള്ളത്തിനും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു ഷോക്കൊക്കെ മീനുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന വാട്ടർ ചേഞ്ചുകൾ, ഇപ്പോൾ ചില ആൾക്കാർ 30%, 50% വെള്ളം മാറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ സഡനായിട്ട് മാറ്റാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട് അക്വേറിയത്തിൻ്റെ അടിഭാഗത്തുള്ള അഴുക്കെല്ലാം വലിച്ചു കളയുക. അപ്പോൾ അധികം വെള്ളം കളയാതെ ജസ്റ്റ് ഒരു 15%, 10-15% മാത്രം പുറത്തേക്ക് കളഞ്ഞിട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഉറപ്പ് വരുത്തണം. അതായത് ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ആ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളത്തിനെന്നുള്ളത്. ഈ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത്, അതായത് ഒരു ടാങ്കിൽ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ടാങ്കിലെ വെള്ളം, ഫിഷ് ടാങ്കിലെ വെള്ളം നല്ല തണുത്താണ് കിടക്കുന്നത്. അതേസമയം ഈ ഫിഷ് ടാങ്കിലെ മീനിനെ പിടിച്ച് മാറ്റാനായിട്ട് നമ്മളൊരു കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ടാപ്പ് തുറന്ന് സാധാരണ വെള്ളം പിടിക്കുന്നത് പോലെ പിടിക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നാണ് വെള്ളം വരുന്നത്. പക്ഷേ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് ഫിഷ് ടാങ്കിലെ വെള്ളത്തിനും നമ്മൾ പിടിച്ചു വെച്ച വെള്ളത്തിനും. ഡയറക്റ്റ് കിണറിൽ നിന്നാണ് നമ്മൾ ആ വെള്ളം അടിച്ചെടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് സെയിം ടെമ്പറേച്ചർ തന്നെയായിരിക്കും. അത്യാവശ്യം തണുത്ത വെള്ളം തന്നെയാണ് കിണറിൽ നിന്നൊക്കെ ഇപ്പോൾ വരുന്നത്. അതേസമയം വാട്ടർ ടാങ്കിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന വെള്ളത്തിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ച് വാമായിട്ടുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ടാപ്പ് തുറന്ന് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫിഷ് ടാങ്കിലേക്ക് അടിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് മീനുകളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ഉറപ്പ് വരുത്തുക ആ അടിച്ച് ടോപ്പപ്പ് ചെയ്യുന്ന വെള്ളത്തിന് സെയിം ടെമ്പറേച്ചർ ആണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് വയ്ക്കുക വെള്ളം ഒരു കണ്ടെയ്നറിനകത്തോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ടബിലോ അല്ലെങ്കിൽ വേറെ വാട്ടർ ടാങ്ക് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിട്ട് ആ പിടിച്ച് വെച്ച വെള്ളം, അതായത് നോർമൽ ഇപ്പോൾ ഈ ഒരു ഫിഷ് ടാങ്കിലെ വെള്ളവും പിടിച്ച് വെച്ച വെള്ളത്തിന് ഏകദേശം സെയിം ടെമ്പറേച്ചർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ച വെള്ളം യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വലിയ വാട്ടർ ചേഞ്ചുകൾ ഒഴിവാക്കിയിട്ട് ചെറിയ രീതിയിലുള്ള വാട്ടർ ചേഞ്ചുകൾ ചെയ്യുക. ഫിഷ് ടാങ്കിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പരമാവധി റിമൂവ് ചെയ്ത് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിലും മഴക്കാലമാണെങ്കിലും ഇതുപോലെ തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിലും നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൽ സോൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരസൈറ്റുകൾ അതുപോലെ തന്നെ ഫംഗസ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ഉപ്പ് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ സോൾട്ടുള്ള വെള്ളത്തിൽ ഏർലി സ്റ്റേജിലുള്ള ബാക്ടീരിയയുടെ ഫോർമേഷനൊക്കെ സ്ലോ ഡൗൺ ആവും.
അതുകൊണ്ട് വെള്ളത്തിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏർലി സ്റ്റേജിൽ ചില അസുഖങ്ങളുടെ ഇപ്പോൾ ഫിൻ റോട്ട് ആണെങ്കിലും മറ്റ് ബാക്ടീരിയ ഇൻഫെക്ഷൻസിൻ്റെ തുടക്കം സ്റ്റേജിൽ സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ സീരിയസ് ആയി കഴിയുമ്പോഴാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് വെള്ളം തണുത്തിരിക്കുന്ന അവസ്ഥയിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മീനുകളുടെ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മീനുകൾക്ക് വിശപ്പ് കുറവായിരിക്കും, ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഫുഡ് മാത്രം കൊടുത്താൽ മതി. അത് പെല്ലറ്റ് ഫുഡ് ആണെങ്കിലും നമ്മൾ നോൺ വെജ് ഫീഡ് ചെയ്യുന്ന മീനുകളാണെങ്കിലും സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മീനുകളുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത് ഈ ഒരു തണുപ്പ് കാലത്താണ്. അതുകൊണ്ട് ഓവർ ഫീഡൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ പെല്ലറ്റ് ഫുഡ് ആണെങ്കിൽ നോൺ വെജ് ഫുഡ് ആണെങ്കിൽ അതൊക്കെ വെള്ളത്തിൽ കിടന്ന് വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. മീനുകളെ മാക്സിമം സ്ട്രെസ് അടിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതായത് മീനുകൾക്ക് സ്ട്രെസ് വരുന്ന സമയത്താണ് അവരുടെ ഇമ്മ്യൂണിറ്റി വീക്കാവുന്നത്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ബാധിക്കും. തൊട്ട് മുമ്പ് ഞാൻ ഫിഷ് മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കയ്യിൽ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം. മീനുകളുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ വളരെ സ്ലോ ആയിരിക്കും ഈ ഒരു തണുപ്പ് കാലത്ത്. അതുകൊണ്ട് ഫീഡിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീഡിങ് ഒരു ഉച്ച സമയത്ത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഫീഡ് ചെയ്യുന്നത് നല്ലതാണ്. കഴിക്കാത്ത ഫുഡ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.